അടുത്ത നമ്മൾ യൂണിമണിയുടെ ഒരു ബ്രാൻഡ്, അതായത് ഉണ്ടോ ഇവിടെ അടുത്ത നമ്മൾ ഈ മെട്രോ സ്റ്റേഷൻ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യൂണിമണിയാണ്. ഇപ്പം ആക്ച്വലി ഇപ്പം കൊച്ചിയിൽ നല്ല ബ്രാൻഡിങ് ഓപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് മോഡലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും അവർക്ക് ഈസി ആയിട്ട് ബ്രാൻഡ് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ആ ഒരു മെട്രോ സ്റ്റേഷൻ അങ്ങ് ബ്രാൻഡ് ചെയ്താൽ മതി. പക്ഷെ അത് അങ്ങനത്തെ ബ്രാൻഡ്സിന് മാത്രമേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ISL ഏതോ ഒരു സ്റ്റീലോ ഏതോ ഒരു ബ്രാൻഡ് കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേഷൻ, ലുലു ചെയ്തിട്ടുണ്ട്, പിന്നെ സാന്റാമോണിക്ക കണ്ടു, നമ്മളിപ്പോൾ കണ്ടു, യൂണിമണി കണ്ടു. നമുക്ക് നോക്കാം വേറെ ഏതൊക്കെയാണ് ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അടുത്ത മെട്രോ സ്റ്റേഷൻ അവർ ബ്രാൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂവ്മെന്റ് സോളാർ കണ്ടോ, മൂവ്മെന്റ് സോളാറാണ് തോന്നുന്നു ബ്രാൻഡ് ചെയ്യുന്ന ഈ സ്റ്റേഷൻ. അറൗണ്ട് ട്രൂ നല്ലിരിക്കുന്നു. മറ്റേ 2 കോടി രൂപയും കണ്ടാണ് അതിന്റെ ബ്രാൻഡിങ്. അതിൽ പണ്ട് എനിക്ക് എന്റെ വാല്യൂ അറിയാമായിരുന്നു, ഇപ്പൊ ഞാൻ മറന്നുപോയി. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ അറിയാൻ പറ്റും നമുക്ക് എന്റെ ബ്രാൻഡ് വാല്യൂ എത്ര രൂപ നമ്മൾ കൊടുക്കണം. ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേഷൻ ചെയ്യാൻ 2 കുറങ്ങാണ്ട് ഒരു ഫീസ് ആയിട്ടുണ്ട്. എന്തോ അപ്പോൾ നമ്മുടെ നെയിം വെച്ച് അവര് സ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുമോ? 2 കോടിയാന്ന് തോന്നുന്നു. എനിക്ക് വായിച്ച ഓർമ്മയുണ്ട് നേരത്തെ ഇതേക്കുന്നത്. ഇപ്പൊ നമുക്ക് നാളെ നമുക്ക് സ്റ്റേഷൻ നമ്മുടെ പേര് ചെയ്യാം. ഇത്ര നാളത്തേക്ക് തോന്നുന്നു കോൺട്രാക്ട്. ബ്രാൻഡിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു നല്ല ബ്രാൻഡിങ് മെത്തേഡ്സ് ആണ്. എല്ലാ സ്റ്റേഷനും ബ്രാൻഡ് ചെയ്യണം അല്ലേ? നല്ല രീതിയിൽ അവര് ഇതൊന്നും ബ്രാൻഡിങ് മാത്രമേ കാണത്തുള്ളൂ. ഇത് സ്റ്റേഷന്റെ പേര് വേറെയാ. എന്നാലും ആ പരസ്യം നിർമ്മലിന്റെ പുളിഞ്ചോട് കീർത്തി നിർമ്മൽ കണ്ടോ? ശരിയാ, മാറ്റി ബ്രാൻഡിങ് കീർത്തി നിർമ്മൽ എന്നായിരിക്കും. കീർത്തി നിർമ്മൽ എത്ര പേര് അത് വായിക്കുമ്പോ അങ്ങനെ വായിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബ്രാൻഡിങ് ഭയങ്കര വിസിബിലിറ്റി മാത്രമല്ല, അതൊരു ട്രസ്റ്റഡ് ബ്രാൻഡും കൂടെ ആവുന്നുണ്ട്. കുറച്ചുകൂടെ ട്രസ്റ്റ് ആവും. കാരണം ഓക്കെ എല്ലാരും എല്ലാ ദിവസവും കാണുന്ന ഒരു സാധനം അല്ലേ. ട്രെയിൻ പോകുന്നു ഇതുപോലെ നമുക്ക് ഇങ്ങനെ അപൂർവങ്ങൾ കിട്ടുന്ന സാധനമാണ്. ട്രെയിനും കാറും മെട്രോയും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുന്നത്. ട്രെയിനെ നമുക്ക് ഓടിച്ച് തോപ്പിച്ചാലോ? അതൊന്നും വേണ്ട, നേരെ നോക്കിയാൽ മതി. ഇതാ അഭിജിത് ഭക്തനോട് ചോദിച്ചാൽ മതി, അറിയാം. ഈ